എല്ലാ പ്രിയപ്പെട്ടവർക്കും ജസ്റ്റ് റിലാക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായ കിരീടത്തിന്റെ ചില അറിയപ്പെടാത്ത വിശേഷങ്ങളിലൂടെയാണ്. എക്കാലത്തെയും ഹിറ്റ് സിനിമയാണ് കിരീടം എന്ന സിനിമ. മോഹൻലാൽ എന്ന നടന്റെ അഭിനയ വൈഭവം പൂർണ്ണമായും പുറത്തെടുത്ത ഒരു ചിത്രം കൂടെയാണ് കിരീടം എന്ന സിനിമ. 1989 ജൂലൈ 7-നാണ് ഈ സിനിമ റിലീസായത്. കൃപ ഫിലിംസിന്റെ ബാനറിൽ എൻ കൃഷ്ണകുമാറും ദിനേശ് പണിക്കരും ചേർന്നായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. തിരുവനന്തപുരവും പരിസര പ്രദേശങ്ങളുമായിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷൻ. ഈ സിനിമയുടെ രചന ലോഹിതദാസും സംവിധാനം സിബി മലയിലും ചേർന്നാണ് നിർവഹിച്ചത്. മോഹൻലാൽ, തിലകൻ, പാർവതി, കവിയൂർ പൊന്നമ്മ, മോഹൻരാജ്, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കിരീടം എന്ന സിനിമയുടെ ചില പ്രത്യേക സവിശേഷതകളാണ് അടുത്തതായി പറയാൻ പോകുന്നത്. നടൻ മോഹൻലാലിന് ആദ്യമായി ദേശീയ ബഹുമതി ലഭിക്കുന്നത് കിരീടം എന്ന സിനിമയിലൂടെയാണ്. 1989 മികച്ച അഭിനയത്തിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്. മികച്ച അഭിനേതാവിനുള്ള സെലക്ഷന്റെ ഫൈനൽ റൗണ്ടിൽ മമ്മൂട്ടിയും മോഹൻലാലുമാണ് അന്ന് എത്തിയത്. KG ജോർജ്, ശ്രീകുമാരൻ തമ്പി എന്നിവർ ജൂറി അംഗങ്ങളായിരുന്നു അന്ന്. തുല്യ പ്രകടനം കാരണം ആരെ മികച്ചതായി തിരഞ്ഞെടുക്കുമെന്ന ആശയക്കുഴപ്പം ജൂറി അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും KG ജോർജിന്റെ ശക്തമായ വാദവും മറ്റംഗങ്ങളുടെ അഭിപ്രായവും കണക്കിലെടുത്ത് മമ്മൂട്ടിയെ ആ വർഷത്തെ മികച്ച നടനായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ, മൃഗയ എന്നീ ചിത്രങ്ങളിലെ ഗംഭീര പ്രകടനങ്ങൾക്കായിരുന്നു മമ്മൂട്ടിക്ക് അന്ന് അവാർഡ് ലഭിച്ചത്. അതേസമയം ഗായകൻ MG ശ്രീകുമാറിന് മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് കിരീടം, വടക്ക് നോക്കിയന്ത്രം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കായിരുന്നു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന കിരീടത്തിലെ ഗാനത്തിനും മായാമയൂരം പീലി നിർത്തിയോ എന്ന വടക്ക് നോക്കിയന്ത്രത്തിലെ ഗാനത്തിനുമായിരുന്നു ആ വർഷത്തെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് MG ശ്രീകുമാറിന് ലഭിക്കുന്നത്. രണ്ടിന്റെയും രചന നിർവഹിച്ചതും ഈണം ചിട്ടപ്പെടുത്തിയതും യഥാക്രമം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും ജോൺസൺ മാഷുമായിരുന്നു. വില്ലൻ വേഷങ്ങളിലൂടെ മാത്രം പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ കൊച്ചിൻ കനീഫയ്ക്ക് തന്റെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ബ്രേക്ക് ആയിരുന്നു കിരീടത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രം. പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നായകന്റെ പിറകെ വാലുപോലെ കൂടുന്ന ഒരു കോമഡി കഥാപാത്രമായി കൊച്ചിൻ കനീഫ ഗംഭീര പ്രകടനമാണ് ആ സിനിമയിൽ കാഴ്ചവെച്ചത്. അതിനുശേഷം ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നതും. ലോഹിതദാസ് കിരീടത്തിന്റെ തിരക്കഥാരചന നിർവഹിച്ചത് വെറും 4 ദിവസം കൊണ്ടാണ്. ഈ ഒരു കാര്യം ആരെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. സംവിധായകൻ സിബി മലയിലിന്റെ കല്യാണത്തിന് പോകാൻ തനിക്ക് കഴിയില്ലല്ലോ എന്ന വിഷമം കാരണം കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ലോഹിതദാസ് രാവും പകലും വിശ്രമമില്ലാതെ ഇരുന്ന് ഈ ഒരു തിരക്കഥ 4 ദിവസം കൊണ്ട് തയ്യാറാക്കിയത്. മോഹൻരാജ് എന്ന നടന്റെ തുടക്കം കിരീടത്തിലൂടെയായിരുന്നു. അതുവരെ കാണാത്ത തരം പ്രത്യേക ശൈലിയിലുള്ള വില്ലൻ കഥാപാത്രത്തെയാണ് അദ്ദേഹം ചിത്രത്തിൽ അവതരിപ്പിച്ചത്. കീരിക്കാടൻ ജോസ് എന്ന ആ വില്ലൻ കഥാപാത്രത്തിന്റെ പേരിൽ തന്നെയായിരുന്നു ആ നടൻ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. മോഹൻലാലുമായിട്ടുള്ള സംഘടന രംഗങ്ങളിൽ തുടക്കത്തിൽ മോഹൻരാജിനെ ഏറെ പിഴച്ചിരുന്നു. ടൈമിംഗ് തെറ്റുന്നതായിരുന്നു പ്രധാന പ്രശ്നം. അത് കാരണം മോഹൻലാലിന് ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് അനുഭവിക്കേണ്ടി വന്നു. ശേഷം ഇന്ത്യയിലെ പല ഭാഷകളിലും വില്ലൻ വേഷങ്ങളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച മോഹൻരാജിന് കിരീടം സിനിമ നേടിക്കൊടുത്തത് വലിയൊരു പദവി തന്നെയാണ്. ഇന്ത്യൻ സിനിമകളിലെ 4 ഭാഷകളിലേക്കാണ് കിരീടം റീമേക്ക് ചെയ്യപ്പെട്ടത്. തെലുങ്കിൽ റൌഡിസം നാസിൻചലി, കന്നഡയിൽ ഓടട മറയല്ലി, ഹിന്ദിയിൽ ഗർദിഷ്, തമിഴിൽ കിരീടം എന്നിങ്ങനെയായിരുന്നു ഇവയെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളുമായിരുന്നു. നാട്ടിൽ പറഞ്ഞു കേട്ടൊരു കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോഹിതദാസ് സേതുമാധവനെയും കീരിക്കാടൻ ജോസിനെയും സൃഷ്ടിച്ചതെന്ന് ഒരിക്കൽ ലോഹിതദാസ് പറഞ്ഞിട്ടുണ്ട്. റൌഡി കേശവൻ എന്ന ആളാണ് കീരിക്കാടൻ ജോസിലേക്കുള്ള പ്രചോദനം. 25 ദിവസം കൊണ്ടാണ് കിരീടം സിനിമ ചിത്രീകരിച്ചത്. സിനിമ ചരിത്രമായപ്പോൾ ഉണ്ണി എന്ന് വിളിപ്പേരുള്ള N കൃഷ്ണകുമാർ കിരീടം ഉണ്ണിയായി. വിതരണ കമ്പനിയുടെ പേര് കിരീടം റിലീസ് എന്നുമായി. 23.5 ലക്ഷമാണ് ഈ സിനിമയുടെ അന്നത്തെ ചെലവ്. മോഹൻലാലിന് ഈ സിനിമയ്ക്കുള്ള പ്രതിഫലം 4 ലക്ഷം രൂപയായിരുന്നു. തുടർച്ചയായി ആക്ഷന് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്ത മോഹൻലാലിന് താരമെന്ന നിലയിലും നടനെന്ന നിലയിലും വൻ വഴിത്തിരിവൊരുക്കിയ ചിത്രം കൂടെയാണ് കിരീടം. ഭൂമിയിലെ രാജാക്കന്മാർ, 20-ാം നൂറ്റാണ്ട്, രാജാവിന്റെ മകൻ തുടങ്ങിയ സിനിമകളിലൂടെ
അമാനുഷിക നായക കഥാപാത്രങ്ങളിലൂടെ കയ്യടി നേടിയ മോഹൻലാലിനെ സർവം തകർന്നുപോയ നിസ്സഹായ നായകനാക്കി എല്ലാ കാലത്തേക്കും പ്രേക്ഷകരിലെത്തിച്ച സിബി മലയിലും ലോഹിതദാസും നിറഞ്ഞ കയ്യടിക്ക് അർഹരാണ്. മോഹൻലാൽ എന്ന താരത്തെ മറന്ന് സേതുമാധവൻ എന്ന നായകനെ വരവേൽക്കുന്ന പ്രേക്ഷകരെയാണ് കിരീടം എന്ന സിനിമ സൃഷ്ടിച്ചത്. സേതു മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി. കഥാപാത്രങ്ങളിലേക്ക് ഉള്ളാഴ്ന്നു പ്രവേശിക്കുന്ന അഭിനേതാവ് എന്ന നിലയിൽ മോഹൻലാൽ നടത്തിയ അതിഗംഭീര പകർന്നാട്ടമായും ചിത്രത്തിലെ അഭിനയം വിലയിരുത്തപ്പെട്ടു. കോൺസ്റ്റബിൾ അച്യുതൻ നായർ തിലകന്റെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നാണ്. മോഹൻലാൽ തിലകൻ ഓൺ സ്ക്രീൻ രസതന്ത്രം സൃഷ്ടിച്ച ഭാവമുഹൂർത്തങ്ങളുടേതുമാണ് ഈ സിനിമ. ചാണക്യൻ, വർണ്ണം എന്നീ സിനിമകളുടെ ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ആദ്യഘട്ടത്തിൽ തിലകൻ നിരസിച്ച ചിത്രമാണ് കിരീടത്തിലെ അച്യുതൻ നായർ. പാലക്കാട് നെന്മാറയും ചിറ്റൂരും ചിത്രീകരിക്കാൻ ആലോചിച്ച സിനിമ തിലകൻ വേണമെന്ന നിർബന്ധത്താൽ തിരുവനന്തപുരത്തേക്ക് മാറ്റി. വർണ്ണം ലൊക്കേഷനിലെ ഇടവേളകൾ പോലും ഉൾപ്പെടുത്തി തിലകൻ കിരീടം ലൊക്കേഷനിലേക്ക് ഓടിയെത്തിയെന്നാണ് സിബി മലയിൽ ഈ സിനിമയെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്. തിലകനു പകരം മറ്റൊരാളെ ചിന്തിക്കാനാകുമായിരുന്നില്ലെന്നാണ് സംവിധായകൻ ഇതേക്കുറിച്ച് പറയുന്നത്. കത്തി താഴെയിട നിന്റെ അച്ഛനാടാ പറയുന്നത് എന്ന രംഗം സിനിമയിൽ നിന്ന് മിമിക്രി വേദികളിലും ട്രോളുകളിൽ എത്തിയതും ഹാസ്യമായിട്ടാണ്. എന്നാൽ മലയാളത്തിലെ വൈകാരിക തീവ്രതയുള്ള മികച്ച രംഗങ്ങളിൽ ഒന്നാണ് ഈ സംഭാഷണം ഉൾപ്പെടുന്ന കിരീടത്തിലെ ക്ലൈമാക്സ്. കത്തി താഴെയിട എന്ന സീൻ ചിത്രീകരിക്കുന്ന ദിവസം തിലകൻ വർണ്ണം സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. ആര്യനാട് കിരീടം ചിത്രീകരിക്കുമ്പോൾ വഞ്ചിയൂരിൽ വർണ്ണം ലൊക്കേഷനിലായിരുന്നു തിലകൻ. നിർമ്മാതാവ് കിരീടമുണ്ണി തിലകനെ കൊണ്ടുവരാൻ വാഹനവുമായി വർണ്ണം ലൊക്കേഷനിൽ കാത്തിരുന്നു. വൈകിട്ട് 5 മണിയോടെ തിലകൻ എത്തിയപ്പോൾ ലൊക്കേഷനിൽ ചാറ്റൽ മഴ. പെട്ടെന്ന് തന്നെ കത്തി താഴെയിട എന്ന രംഗവും ക്ലൈമാക്സും ചിത്രീകരിച്ചു. വൈകിട്ടായതിനാൽ സേതു കരയുന്ന രംഗം ലൈറ്റ് കിട്ടാനായി ടോപ്പ് ആംഗിളിൽ ചിത്രീകരിക്കുകയായിരുന്നുവെന്ന് സിബി മലയിൽ പറയുന്നു. കിരീടത്തിൽ കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി എന്ന ഗാനത്തിനു പകരം ഒരു പ്രണയ ഗാനമായിരുന്നു ആദ്യം ആലോചിച്ചത്. കൈതപ്രത്തിന്റെ രചനയിൽ ജോൺസൺ ഈ ഗാനം ചിട്ടപ്പെടുത്തി റെക്കോർഡിംഗും നടത്തിയിരുന്നു. സേതുമാധവനും ദേവിയും തമ്മിലുള്ള പ്രണയ തീവ്രത ചിത്രീകരിക്കാനായിരുന്നു ഈ പാട്ട്. ഈ ഗാനത്തിനായി കുറച്ച് രംഗങ്ങളും ഷൂട്ട് ചെയ്തു. ഇത് സിനിമയുടെ കഥാപരിസരത്തിന് ചേർന്നു പോകില്ലെന്ന് മനസ്സിലാക്കി പാട്ട് ഒഴിവാക്കുകയായിരുന്നുവെന്നും സിബി മലയിൽ പറയുന്നു. ഈ പാട്ടിനായി ഷൂട്ട് ചെയ്ത ചില സീനുകൾ കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി എന്ന ഗാനരംഗത്തിൽ ഉപയോഗിച്ചു. കമ്പോസിഷനിൽ തന്നെ ആദ്യം ചിട്ടപ്പെടുത്തിയ റൊമാന്റിക് സോങ്ങിന്റെ താളം താഴ്ത്തിപ്പിടിച്ചാണ് കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി എന്ന ഗാനം ഒരുക്കിയതെന്ന് സിബി മലയിൽ പറയുന്നു. കണ്ണീർ പൂവ് ഗാനം ചിത്രീകരിക്കാൻ സമയം കിട്ടാത്തതിനാൽ നേരത്തെ ചിത്രീകരിച്ച രംഗങ്ങൾ കൂടി എഡിറ്റിംഗ് ടേബിളിൽ ഉൾപ്പെടുത്തി. സേതുമാധവൻ നീണ്ട വഴിയിലൂടെ നടക്കുന്ന രംഗം ചെന്നൈയിൽ അതുപോലെ ഒരു വഴി കണ്ടുപിടിച്ച് അവസാനം ഷൂട്ട് ചെയ്യുകയായിരുന്നു. ജീവിതം മുഴുവൻ കരിനിഴൽ വീഴ്ത്തിയ മനുഷ്യനെ അടിച്ചു വീഴ്ത്തിയപ്പോൾ സേതുവിന്റെ തലയിൽ സമൂഹം വെച്ച മുൾക്കിരീടം, തട്ടിമാറ്റിയിട്ടും മാറാത്ത കിരീടം, ശിരസിനൊപ്പം വീണ് തകരുന്ന കിരീടങ്ങൾ, വാടി വീഴുന്ന കിനാവിന്റെ പൂക്കൾ, അടരാടാൻ അറിയാതെ ആയുധമില്ലാതെ അയാൾ, ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെയാകെ തകർത്ത് ഒരു ചെറുപ്പക്കാരനെ കുറ്റവാളിയും ഗുണ്ടയുമാക്കി അയാളുടെ ശിരസിൽ ഉറച്ചുപോയ മുൾക്കിരീടമാണ് ലോഹിതദാസ് കിരീടം എന്ന സിനിമയ്ക്ക് ആ പേര് ചേർത്തതിന്റെ കാര്യം. IV ശശിയുടെ മമ്മൂട്ടി ചിത്രത്തിനായി ആദ്യം പരിഗണിച്ച പേരായിരുന്നു കിരീടം. പിന്നീട് ആ സിനിമയുടെ പേര് മുക്തി എന്നാക്കിയപ്പോൾ കിരീടം മോഹൻലാലിന്റെ ചിത്രത്തിന് പേരായി. അന്ന് താരങ്ങൾക്ക് പകരം കഥാപാത്രങ്ങളെ ആഘോഷിച്ച പരസ്യവാചകമായിരുന്നു കിരീടത്തിന്റേത്. 6 അടി ഉയരവും മുട്ടോളം നീണ്ട കൈകളും കരിങ്കല്ലിന്റെ കാഠിന്യവുമുള്ള മനസ്സുമായി കീരിക്കാടൻ ജോസ്, മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ജോസ്, തട്ടിമാറ്റിയിട്ടും മാറാത്ത കിരീടവുമായി സേതുമാധവൻ. ഇതായിരുന്നു അന്ന് പോസ്റ്ററുകളിലെ കിരീടത്തിന്റെ പരസ്യവാചകം. ശിരസൊപ്പം വീണു തകരുന്ന കിരീടങ്ങൾ, വാടി വീഴുന്ന കിനാവിന്റെ പൂക്കൾ, അടരാടാൻ അറിയാത്ത ആയുധമില്ലാതെ അയാൾ. ഇതായിരുന്നു പിന്നീടിറങ്ങിയ പരസ്യവാചകം. അച്ഛന്റെ പാദം തൊട്ടു വണങ്ങി അമ്മയോട് അന്ത്യയാത്രാമൊഴിയും ചൊല്ലി ചുടലക്കളത്തിലേക്ക് യാത്രയാകുന്ന പൊന്നോമന മകൻ. കിരീടത്തിലെ ക്ലൈമാക്സ് മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലൈമാക്സ് രംഗങ്ങളിലൊന്നാണ്. റിയലിസ്റ്റിക് സീൻ കൊറിയോഗ്രാഫിയുടെ ചാരുതയുള്ള രംഗം. കിരീടം കഥ രൂപപ്പെട്ട ഘട്ടത്തിൽ തന്നെ അത് വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ലോഹിതദാസിന്റേത് യൂണിവേഴ്സൽ ആക്സെപ്റ്റൻസ് ഉള്ള പ്രമേയമായിരുന്നു. വാണിജ്യ സ്വീകാര്യതയെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ലായിരുന്നു.
മലയാളത്തിലെ ലക്ഷണമൊത്ത തിരക്കഥയായിരുന്നു കിരീടത്തിന്റേത്. ആ നിലയ്ക്ക് ആ സിനിമയെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. സിബി മലയിലിന്റെ വാക്കുകൾ ഇങ്ങനെ: പ്രതിയോഗിക്ക് മുന്നിൽ കീഴടങ്ങാൻ പോകുന്ന നായകനാണ് കിരീടത്തിലേത്. അന്നുവരെയുള്ള കൊമേഴ്ഷ്യൽ സിനിമകളുടെ രൂപഘടനയിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഉണ്ട്. ക്ലൈമാക്സ് സ്ക്രിപ്റ്റ് വായനയിലൊക്കെ ചിലർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. സേതുവിന് ഹീറോയിസം ഇല്ലെന്ന വിമർശനവും ഉണ്ടായിരുന്നു. മോഹൻലാലിനെയാണ് അവരിൽ പലരും കണ്ടത്. അതിനെയൊക്കെ പ്രതിരോധിച്ച ലോഹിതദാസിന്റെ നിലപാടുകൂടിയാണ് ഈ സിനിമയുടെ വിജയത്തിന്റെ പിന്നിൽ. കിരീടം റിലീസ് ചെയ്ത 15-ാം ദിവസം ദശരഥം ചിത്രീകരണം തുടങ്ങിയിരുന്നു. സിബി മലയിലും ലോഹിതദാസും മോഹൻലാലും ദശരഥം ചിത്രീകരിക്കുമ്പോഴാണ് കേരളത്തിൽ കിരീടം പ്രേക്ഷകർ ആഘോഷിക്കുന്നത്. കിരീടത്തിന്റെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കും മറ്റുമായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും അമർത്തുക.